ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ചപ്പാത്തി, ചോറ്, പൂരി എന്നിവയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പീച്ചങ്ങയും പരിപ്പും ചേർന്നുള്ള ഒരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. കറി തയ്യാറാക്കാനായിട്ട് ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു പീച്ചങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഈ മുള്ളു പോലെ ഇരിക്കുന്ന ഭാഗമില്ലേ, അത് നന്നായിട്ടൊന്ന് കളയണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ കളഞ്ഞെടുത്താൽ വളരെ എളുപ്പമായിരിക്കും. കണ്ടോ, ഒരു പീലർ ഉപയോഗിച്ച് നമുക്ക് പീൽ ചെയ്താലും മതിയാവും. ഇവിടെ ഇച്ചിരി ഹാർഡായിട്ടായിരിക്കുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. ബാക്കി ഒരു അല്പത്തോലി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ ഇത്. നല്ല ഇളത്ത് നോക്കി വേണം നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. മൂത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര നാരായിരിക്കും, പിന്നെ ഒന്നിനും കൊള്ളത്തില്ലത്. പീച്ചിങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കടൽപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സാമ്പാർ പരിപ്പോ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കടലപ്പരിപ്പ് ചേർത്ത് കറി തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിവിടെ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 2 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു 4 വിസിൽ കേൾപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് പീച്ചിങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഇത് രണ്ടായിട്ട് നടുവേ ഒന്ന് പിളർന്നെടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് പിളർന്നെടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ഇങ്ങനെ ഒരല്പം കനത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വേകുന്ന ഒരു വെജിറ്റബിളാണ്. ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അരിഞ്ഞെടുക്കുമ്പോൾ ഇതിനുള്ളിൽ ഈ ചെറിയ കുരുവൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒട്ടും തന്നെ കണ്ടോ മൂക്കാത്ത കുരുവാണ്. ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടോ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് കണ്ടോ. പീച്ചിങ്ങ ഞാൻ മുഴുവനായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മൺചട്ടിയിലാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ഇടാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വന്നോളും. നമുക്കൊന്ന് മൂടി വെക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അല്പം ജീരകമുണ്ട്, 1/4 ടീസ്പൂണോളം ഉണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, 2 ചുവന്നുള്ളിയുണ്ട്, ഒരു പച്ചമുളക്, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത്രയുമാണ് അരപ്പിനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വഴറ്റാനായിട്ട് വെച്ചത്. കണ്ടോ, പീച്ചിങ്ങയിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ പീച്ചിങ്ങയൊക്കെ 1/4 ഭാഗം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. പരിപ്പൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട, കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി പരിപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് തിളച്ച് പോകില്ല കേട്ടോ. ഒരല്പം ഉപ്പും കൂടി ഒന്ന് പോരാകുകയുണ്ട്, ഒന്നിട്ട് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അരപ്പ് കണ്ടോ ചൂടായി വന്നിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് താളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില,
ചുവന്നുള്ളി ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ കടുക് താളിക്കുന്നത്. നമ്മുടെ പീച്ചിങ്ങയും പരിപ്പും ചേർന്നുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, വളരെ ടേസ്റ്റിയുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്